ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ അടുത്തൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിയെ കാണുന്നില്ല എന്നും പറഞ്ഞ് ഭയങ്കര ടെൻഷൻ അടിച്ച് നടക്കുകയാണ് കേട്ടോ ശ്രുതി. അപ്പോൾ ശ്രുതിയാണെങ്കിൽ ഈ ടെൻഷൻ കൊണ്ട് നേരെ പുറത്തേക്ക് ഹാളിലേക്ക് വന്നിട്ട് എല്ലാവരെയും വിളിക്കുകയാണ്. അച്ഛനെയും അമ്മയും എല്ലാവരും വിളിച്ചിട്ട് വെപ്രാളം പിടിച്ച് പറയുക, അമ്മേ ശ്രുതിയെ കാണുന്നില്ല അമ്മേ, അവളെന്തോ മനപ്രയാസം കൊണ്ട് ഇറങ്ങിപ്പോയി എന്നാ തോന്നണേന്നും പറഞ്ഞിട്ട് സങ്കടം കേട്ടോ. അപ്പോഴാണ് സച്ചി അങ്ങോട്ട് വരുന്നത്. സച്ചിനെ കാണുന്നതും ശ്രുതിയുടെ ദേഷ്യം അങ്ങോട്ട് ഇളവി കേട്ടോ. എന്നിട്ട് നേരെ ശ്രുതിയാണെങ്കിൽ സച്ചിയുടെ അടുത്തേക്ക് ചെന്നിട്ട്, എടാ ഷട്ടിൽ പിടിച്ചിട്ട് പറയുന്നുണ്ട്, നീ ഒറ്റ ഒരുത്തം കാരണമാണ് ഈ ഒരു പ്രശ്നത്തിന് എല്ലാത്തിനും കാരണം. ശ്രുതി വീട് വിട്ട് പോയി, എവിടെ പോയി എന്നറിയില്ല, നീ ഒരുത്തം കാരണമാണെന്ന് പറയുമ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, അതിനെന്താടാ ഞാൻ എന്തെങ്കിലും ചെയ്തോ? നിൻ്റെ ഭാര്യ ഓടിപ്പോയി, ഞാൻ എന്താ ചെയ്തത്? നീ അല്ലടാ എല്ലാവരുടെ മുമ്പിൽ വെച്ച് എന്നെ നാണം കെടുത്തിയതും ഇവിടുത്തെ ഞാൻ പാർക്കിലാണ് പോകുന്നതെന്നും ജോലി ഇല്ല എന്നൊക്കെ പറഞ്ഞത് നിനക്കതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോടാ എന്നൊക്കെ ചോദിച്ച് അങ്ങോട്ട് തുടങ്ങി കേട്ടോ. അങ്ങനെ എല്ലാവരും പ്രശ്നം തുടങ്ങി. ഉടനെ ചന്ദ്ര ഓടിക്കൊണ്ട് വന്ന്, ശരിയാണ് ഇവൻ കാരണം തന്നെ ഈ വീട്ടിൽ ഇത്രയും വലിയ പ്രശ്നമായെന്നും പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ പറയാം. തൊട്ട് പിറകെ വർഷയും ശ്രീകാന്ത് വന്നിട്ട് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ശരിയാണല്ലോ, അവർ തമ്മിലുള്ള കാര്യങ്ങൾ അവരല്ലേ തീരുമാനിക്കേണ്ടതെന്ന് പറയാം കേട്ടോ. എന്നിട്ട് വർഷ പറയുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ ഒരാളിന് ജോലിയില്ല, അത് മാറ്റി നിർത്തി വെച്ച് എല്ലാവരോടും പറയല്ലേ വേണ്ടത്, അവരുടെ ഭാര്യ നിൽക്കുമ്പോൾ അവരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ കളിയാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്ന് വർഷ. ശ്രീകാന്തും അങ്ങനെ തന്നെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് സച്ചി പറയണം, നിങ്ങളെല്ലാവരും കൂടെ എൻ്റെ പിടലിലേക്ക് ചേരുവാണോ? എന്നെയാണോ കുറ്റപ്പെടുത്തുന്നത്? അവൻ ചെയ്ത തെറ്റ് ഞാൻ കണ്ടുപിടിച്ച് ഇവിടെ വന്ന് പറഞ്ഞതും പോരാ, ഇപ്പോൾ അവൻ്റെ ഭാര്യ എവിടെ ഓടിപ്പോയി, തെറ്റ് ചെയ്തത് അവൻ, ഇപ്പോൾ തെറ്റുകാരൻ ഞാനായി, എല്ലാവരും കൂടെ എന്നെ പറയാൻ എന്തായിരിക്കണം? വാർഷയുടെ അടുത്തൊക്കെ നല്ല ചൂടാവാനുണ്ട് കേട്ടോ സച്ചി. അപ്പോൾ തന്നെ ഉടനെ രേവതിക്ക് ദേഷ്യം വരികയാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എന്തിനാണ് നിങ്ങളെല്ലാവരും കൂടെ സച്ചിയേട്ടനെ പറയണത്? ഇവിടെ ഈ സച്ചിയേട്ടൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഇവിടെ രാവിലെ എൻ്റെ നിന്ന് ചോറും വാങ്ങി കെട്ടിക്കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതും കൂടെ കെട്ടിപ്പറക്കിക്കൊണ്ട് ജോലി ഉണ്ടെന്നും പറഞ്ഞ് പോയിട്ട് ആളുകളെ എല്ലാവരെയും പറ്റിച്ച് നടന്നത് ഇങ്ങനെയല്ലേ? എന്നിട്ട് എൻ്റെ സച്ചിയേട്ടനെ എന്തിനാ കുറ്റം പറയണമെന്ന് വീണ്ടും വീണ്ടും ചോദിക്കട്ടോ. അവിടെ അങ്ങനെ ആകെ അലങ്കോലവും പ്രശ്നവും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോഴാണ് രവീന്ദ്രൻ വന്ന് എല്ലാവരെയും സമാധാനപ്പെടുത്തുന്നത്. എന്നിട്ട് സച്ചിയോട് പറയാം, സച്ചി നീ ചെയ്തതും തെറ്റ് തന്നെയാണ്, പക്ഷേ അച്ഛാ എന്തിനാ അച്ഛാ എന്നെ കുറ്റപ്പെടുത്തുന്നത്? ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്, വേറൊന്നും കൊണ്ടല്ല. എന്തായാലും ശ്രുതിയുടെ ഭാര്യയല്ലേ ശ്രുതി എന്ന് പറയണത്, അവൾക്കത് സഹിക്കുമോ? അവളുടെ മുമ്പേ വെച്ച് അവളെ ഭർത്താവിനെ കളിയാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയണത് നിന്നോട്, ഇനി മേലിൽ ഒരു കാര്യത്തിനും നീ അവരെ ഒന്നും പറയാൻ പോകരുത്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, ശ്രുതി എവിടെ പോയിന്ന് ശ്രുതിയുടെ കൂടെ പോയി അന്വേഷിക്കുമെന്ന് പറയാട്ടോ. വെച്ചാൽ ഞാൻ അങ്ങനെയൊന്നും പോകത്തില്ല, അവൻ്റെ ഭാര്യ എവിടെയെങ്കിലും ഓടിപ്പോയെങ്കിൽ അവൻ പോയി അന്വേഷിക്കണം, അതിന് ഞാൻ എന്തിനാ പോണേന്ന് ചോദിച്ചിട്ട് സച്ചി ബഹളം വെക്കുക കേട്ടോ. അപ്പോൾ അച്ഛൻ തന്നെ പറയുന്നുണ്ട്, മോനെ നീ അങ്ങനെ ആവരുത്, നീയും കൂടെ ഒരു കാരണക്കാരനാണ് അവൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം കണ്ടുപിടിക്കണമെന്ന് പറയാട്ടോ. എന്തായാലും അച്ഛൻ പറഞ്ഞതല്ലേ, സച്ചിയേട്ടാന്ന് രേവതിയും പറയാം. അങ്ങനെ എല്ലാവരും കൂടെ നിർബന്ധിക്കുമ്പോൾ ശരി, ഇവനെയും കൊണ്ട് ആശം പിടിക്കാൻ സോഡാ കുപ്പി ഇവൻ്റെ കൂടെ കൊണ്ടുപോകണതിന് ശരിയാവില്ല എന്നും പറഞ്ഞുകൊണ്ട് അവൻ്റെ ഭാര്യയെ കണ്ടില്ലെന്ന് പറഞ്ഞ് ഞാൻ എനിക്ക് തപ്പിപ്പിടിച്ച് പോകണമല്ലേ എന്നും പറഞ്ഞിട്ടാണ് ശ്രുതിൻ്റെ കൂടെ അവർ രണ്ടുപേരും കൊണ്ട് അച്ഛൻ്റെ നിർബന്ധപ്രകാരം ശ്രുതി അന്വേഷിച്ച് പോവുക കേട്ടോ. അങ്ങനെ ശ്രുതിയെ അന്വേഷിച്ച് പോകുന്ന സമയത്ത് തന്നെ നമ്മുടെ ഭാമ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ വിളിക്കുമ്പോൾ നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട്, അതെ ഇതുപോലെയാണ് സംഭവം. അപ്പോൾ അമ്മ ഇതെല്ലാം അറിഞ്ഞിട്ട് നേരെ വീട്ടിലേക്കാണ് വന്നത്. പെട്ടെന്ന് തന്നെ അറിയുന്നുണ്ട് ശ്രുതി അവിടെ ഇല്ല എന്നുള്ളത്. അപ്പോൾ എന്തായാലും ശ്രുതിയെ ഇവരെ വഴി ചേർത്ത് വെച്ചതും കല്യാണം വരെ കൊണ്ടെത്തിച്ചതിന് ഒരു കടമ ഭാമയ്ക്കും ഉണ്ടല്ലോ. ഇവിടെ വന്ന് കുറേ വഴക്ക് ചന്ദ്രയ്ക്ക് കൊടുക്കുന്നുണ്ട്, നീ കാരണമാണ് ഇവിടെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്. ഞാൻ കാരണമാണോ? നീ എന്താടി പറയണ ഭാമി, നീ എന്തറിഞ്ഞിട്ടാ? ഇവിടെ ആ സച്ചി കാരണമാണ് ഇവിടെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ആര് പറഞ്ഞ് സച്ചി കാരണമാണ്? നിൻ്റെ മൂത്ത മോൻ ജോലി ഉണ്ടായിരുന്നു, അവൻ വല്ലതും കറങ്ങി നടന്നില്ലേ? ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞു? ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു. പിന്നെ ഇത്രയൊക്കെ കാര്യങ്ങൾ അവൻ ഉണ്ടാക്കി വെച്ചതിൻ്റെ പേരിലാണ് ശ്രുതി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. മര്യാദയ്ക്ക് അവളെ വിളിച്ചുകൊണ്ട് പോവാം. അവളുടെ മലേഷ്യയിലുള്ള അച്ഛനെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഇതോടെ തീർന്നു. ഇവിടെ സ്വന്തം വീട് പോലെ അവളെ അമ്മയെപ്പോലെ കാണുന്നവളാണ് നിന്നെ. അത്ര വിശ്വാസത്തോടു കൂടിയാണ് ആ വീട്ടുകാർ. അവർ ഇങ്ങോട്ടെങ്ങാനും വന്നാണ്ടല്ലോ ഇതോടുകൂടി തീരും എല്ലാം. നല്ല പണമുള്ള ഒരു കുടുംബത്തിലെയാണ് ആ ശ്രുതി എന്തിനാണ് നിങ്ങളെ വിഷമിപ്പിക്കാൻ പോയത്? അവൾ പോയി വല്ല കടുങ്കയ്യോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് എത്രയും വേഗം കണ്ടുപിടിച്ചിട്ട് വരാം, അതാ നല്ലത്. എനിക്കിനി നിന്നോടൊന്നും പറയാനില്ല, നിൻ്റെ മോൻ കാരണം തന്നെ ഇതൊക്കെ സംഭവിച്ചത്. എന്നിട്ടെല്ലാം സച്ചിയുടെയും രേവതിയുടെയും തലയെ കൊണ്ട് വെച്ച് കൊടുക്കേണ്ട കാര്യമില്ലെന്നു ഭാമ കണക്കിന് കൊടുത്തിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് കേട്ടോ. പക്ഷേ എന്തെങ്കിലും അവിവേകം കാണിച്ചു കളയോ എന്നൊരു പേടി ചന്ദ്രയ്ക്കും ഉണ്ട്. അങ്ങനെ ചന്ദ്ര പെട്ടെന്ന് തന്നെ ശ്രുതിയെ വിളിക്കുന്നുണ്ട് കേട്ടോ ഫോണിൽ. അപ്പോൾ ശ്രുതിയാണെങ്കിൽ
നമ്മുടെ സച്ചിയുടെ വണ്ടി കൂടെ കയറി പോയിട്ടുണ്ടല്ലോ കാറിൽ. ഓരോ സ്ഥലത്തും ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടെങ്കിലും സച്ചി വെറുതെ ഇരിക്കുന്നില്ല. ചെയ്ത തെറ്റുകളെല്ലാം വണ്ടിയിൽ വെച്ച് വിളിച്ച് പറഞ്ഞ് ശ്രുതിയെ മാനസികമായി തളർത്തിക്കൊണ്ടിരിക്കുക. അവസാനം ശ്രുതി തന്നെ സച്ചിയുടെ വായികണ കേട്ട് കേട്ട് തളർന്നു കേട്ടോ. ആ സമയത്താണ് അമ്മ വിളിക്കണം. അപ്പോൾ അമ്മയോട് പറയണം, അമ്മേ എനിക്ക് ഇതുവരെയായിട്ടും ശ്രുതിയെ കണ്ടു കിട്ടിയിട്ടില്ല. പക്ഷേ ഇവൻ്റെ കൂടെയുള്ള യാത്ര എനിക്ക് പറ്റുന്നില്ല, ഇവൻ ശരിയാവില്ല എന്ന്, ഇവൻ എന്തൊക്കെയാണ് എന്നെ ഇവിടെ നിന്ന് പറയുകയും നാണം കെടുത്തുകയും ചെയ്യുന്നതെന്ന് അമ്മയ്ക്ക് അറിയോ എന്ന് ചോദിക്കുമ്പോൾ ഉടനെ ചന്ദ്ര അവിടെ നിന്നിട്ട് പറഞ്ഞു കൊടുക്കണം, മോനെ ഇപ്പം നമുക്ക് അവൻ്റെ ആവശ്യമുണ്ട്, അവനും കൂടെ ഉണ്ടെങ്കിലേ എങ്ങനെയെങ്കിലും നമുക്ക് അവിടെ എങ്ങനെയും കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവൻ എന്തെങ്കിലും ഇരുന്ന് പറയട്ടെ, നീ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ എത്രയും വേഗം കണ്ടുപിടിക്കാൻ നോക്ക് ശ്രുതിനെ, അതാ നല്ലത്. അതുകൊണ്ട് അവനെക്കുറിച്ച് നീ ക്ഷമിക്ക്, സഹിക്ക് എന്നൊക്കെ പറയാട്ടോ. എന്നിട്ട് ഫോൺ വയ്ക്കുകയാണ്. ഈ സമയം നമ്മുടെ രേവതീനെ ഫോൺ വിളിക്കുകയാണ് സച്ചി. എന്നിട്ട് പറയാ, രേവതി നീ ഇങ്ങോട്ടൊരു കാര്യം ചെയ്, നീ റെഡിയായി നിൽക്കും, നീയും കൂടെ ഒന്ന് അന്വേഷിക്കാൻ വരണമെന്ന് പറയാം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ബ്യൂട്ടി പാർലറിൽ ഒന്ന് വിളിച്ച് ചോദിക്കാനായിട്ട് സച്ചി പറയാം കേട്ടോ. അങ്ങനെ ബ്യൂട്ടി പാർലറിൽ വിളിച്ച് ചോദിക്കുകയാണ് ശ്രുതി. അവിടെ ഇരിക്കുന്ന കുട്ടി പറയുന്നുണ്ട്, ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് കളക്ഷൻ പൈസ എടുത്തിട്ടാണ് പോയത്, എങ്ങോട്ട് പോയിന്നാ ഒന്നും അറിയാൻ വയ്യ. പിന്നെ ഏതോ ഒരു ബസ്സിൻ്റെ ഇതിൽ വിളിച്ചിട്ട് ബുക്ക് ചെയ്യുന്ന കാര്യമൊക്കെ പറയുന്നത് കേട്ടോ. ഏതാ സ്ഥലവും ചോദിക്കുമ്പോൾ ഒരു നാട്ടിൻപുറത്തൊരു സ്ഥലത്തിൻ്റെ പേര് ആ കുട്ടി പറഞ്ഞു കൊടുക്കുക കേട്ടോ. അങ്ങനെ ആ പേര് സച്ചിയോട് ശ്രുതി പറയുന്നുണ്ട്. അപ്പോൾ സച്ചിക്ക് മനസ്സിലാവുന്നുണ്ട്, ആ വിമലയും നമ്മുടെ ആദിക്കുട്ടനും താമസിക്കുന്ന വീടുണ്ടല്ലോ, അവർ ആ ഏരിയയിലുള്ളതാണ്. അവിടെ എന്തിനായിരിക്കും ഈ പാർലറമ്മ പോയത്, അങ്ങോട്ട് എന്തിനാണ് പോയതെന്നൊരു സംശയം അവർക്ക് വന്നു കേട്ടോ അവിടെ. അപ്പോൾ എന്തായാലും ഇനി ആരെങ്കിലും ഫ്രണ്ട്സോ ആരെങ്കിലും ഉണ്ടോ അങ്ങോട്ട് നോക്കാം, നമുക്ക് ആ ഏരിയയിൽ പോയി നോക്കാം. അപ്പോൾ അങ്ങോട്ട് പോണ വഴിക്ക് എന്തായാലും ആദ്യമൊക്കെ കാണുവാണെങ്കിൽ രേവതി കൂടെ ഉള്ളത് നല്ലതല്ലേ ആ സ്ഥലത്തേക്ക് പോകുമ്പോൾ, അതുകൊണ്ടാണ് രേവതിയെ കൂടെ വിളിക്കുന്നത്. അങ്ങനെ രേവതി പെട്ടെന്ന് തന്നെ ഡ്രസ്സെല്ലാം മാറി റോഡിലേക്ക് ഇറങ്ങി നിൽക്കുക കേട്ടോ. അപ്പോഴാണ് സച്ചി അങ്ങോട്ട് വരുന്നത്. സച്ചി കാറും കൊണ്ട് നിർത്തിയിട്ട് രേവതിയോട് ഫ്രണ്ടിൽ കയറാൻ പറയാം കേട്ടോ. എന്നിട്ട് സുധീനത്ത് പറയാടാ, നീ പോയി ബാക്കിലിരിക്കുന്നു, പോടാ ഞാൻ ഇറങ്ങില്ല, നീ ഇറങ്ങി മതി, എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഇരിക്കേണ്ട, പോയി ബാക്കിൽ പോയി ഇരിക്കടാ സോഡാ കുപ്പി എന്ന് പറഞ്ഞ് തള്ളി ഉന്തി വിടുക കേട്ടോ. അങ്ങനെ ശ്രുതിയാണെങ്കിൽ ബാറക്കിൽ പോയി ഇരിക്കുകയാണ്. ഫ്രണ്ടിൽ നമ്മുടെ രേവതീനെയും കയറ്റി പോവുക. അപ്പോൾ രേവതിയോട് പറഞ്ഞിട്ട്, അതെ പാർലറമ്മ പോയിക്കുന്നത് എങ്ങോട്ടെന്നറിയോ, നമ്മുടെ വിമല ആൻറ്റിയും ആദ്യം താമസിക്കുന്ന ഒരു സ്ഥലമില്ലേ അങ്ങോട്ടേക്കാണ്. അവിടെ എന്തിനാണ് പോയത്, അവിടെ ആരാ ഉള്ളതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ രേവതി. ആരാ എന്തോന്നൊന്നും അറിയില്ല, ആ ഏരിയയിൽ അങ്ങോട്ടാ ഇങ്ങനെ ബസ്സിന് പോയതായിട്ട് അറിയുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് പോയി അന്വേഷിക്കാമെന്ന് പറയാം കേട്ടോ. അല്ലെങ്കിൽ തന്നെ നാശം പിടിക്കാൻ ഇവ ഒരുത്തൻ കാരണമാണ്, നമുക്കും കൂടെ എൻ്റെ ഇന്നത്തെ ഒരു ഓട്ടവും പോയല്ലോ ദൈവമേ എന്നും പറഞ്ഞ് പ്രാഗിയാണ് വണ്ടിയും കൊണ്ട് പോകുന്നത് കേട്ടോ. അങ്ങനെയാണ് എപ്പിസോഡ് തീരുന്നത്. പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.